പാറ്റയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പാറ്റയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പുതിയ തലമുറയിൽ കുറേ പേരുണ്ടാവും. പക്ഷേ പഴയ തലമുറയിൽ എല്ലാവർക്കും പാറ്റയെ അറിയാം. നമ്മുടെയൊക്കെ പഴയകാല അടുക്കളകളിൽ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മുതിർന്ന സഹോദരിമാരൊക്കെ ഈ പാറ്റ, പല്ലി, അതുപോലെ തന്നെ എലി തുടങ്ങിയ ജീവികളോടൊപ്പമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇപ്പോഴത്തെ തലമുറയിൽ ഒരു പാറ്റയെ കണ്ടാൽ ഈ ഇപ്പോഴത്തെ കാലത്തെ ന്യൂജന്നുകൾ വല്ലാതെ പേടിച്ച് ഓടുന്നൊരു കാലമാണ്. പക്ഷേ അവിടെ ഒരു കൂട്ടം ജെൻസികൾ, ന്യൂ ജനറേഷൻ, ഒരു പാറ്റാക്കൂട്ടമുണ്ടാക്കി രാജ്യത്തെ വലിയ ഭരണകൂടത്തെ അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നെനിക്കറിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. കോക്രോച്ച് ജനതാ പാർട്ടി ജനിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലും എക്സ് പ്രൊഫൈലുകളിലും അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. അത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം ഒരു കേസിൻ്റെ വിചാരണാ വേളയിൽ വളരെ പരിഹാസരൂപേണ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ ഒന്ന് അപമാനിച്ചു വിട്ടു. എങ്ങനെയാണ് അപമാനിച്ചത്? പണിയില്ലാത്തവർ, യാതൊരു ജോലിയുമില്ലാത്തവർ, വെറും പാറ്റകളെപ്പോലെ തെരുവുകളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ പറന്നു നടക്കുന്നു. അത് ബഹുമാനപ്പെട്ട ഉന്നത നീതിന്യായ സ്ഥാനാധിപന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നടത്തിയ ആ പരാമർശം അത് കേവലം തമാശ പോലെ എടുത്ത് അഭിജിത്ത് ജീപ്കെ എന്ന് പറയുന്ന ഒരു 30 വയസ്സുകാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിച്ചു. അതിന് പേരിട്ടത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ്. പാറ്റ ജനതാ പാർട്ടി. സത്യം പറഞ്ഞാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ എല്ലാവരും ഒരു തമാശ പോലെയാണ് ആദ്യം കണ്ടത്. ഈ പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിന്നെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല, ഞാൻ ഗൗരവമായി പറഞ്ഞതല്ല, അതൊരു തമാശ രൂപേണ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അവർ വിട്ടുകൊടുത്തില്ല. വളരെ സറ്റേറിക്കലായി തമാശ രൂപേണ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിന് യോഗ്യത പ്രഖ്യാപിച്ചു. 1, മടിയന്മാരായിരിക്കണം. 2, ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ ഒരു പണിക്കും പോകാത്തവരായിരിക്കണം. സദാ ഓൺലൈനിൽ ഉണ്ടാകണം. ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ വളരെ ആസൂത്രിതമായി അവർ ഗൗരവമായ ചില അജണ്ടകൾ മുന്നോട്ട് വെച്ചു. ആ അജണ്ട ഇന്നത്തെ രാജ്യത്തിനെക്കുറിച്ചുള്ള അജണ്ടയാണ്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യം ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ രാജ്യം തകരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? എന്നിട്ട് അവരുടെ ഫസ്റ്റ് അജണ്ടയായി പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജിമാരെ, വിധിന്യായം പറയുന്ന ന്യായാധിപന്മാരെ ഒരിക്കലും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. തമാശ പോലെയാണ് ഭരണകൂടം ഇതിനെ നോക്കിയിരുന്നതെങ്കിലും ദിവസങ്ങൾ കൊണ്ട്, ഏതാണ്ട് 24 hours കൊണ്ട് ഇതിലെ അംഗസംഖ്യ 11.5 മില്യൺ. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് 7.7 മില്യൺ ഫോളോവേഴ്സ് ഉള്ളിടത്താണ് 11 മില്യൺ ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്തത്. പേടിച്ചു, ശരിക്കും വരണ്ടു. ഇതിനകത്ത് ചർച്ചകൾ നടക്കാൻ തുടങ്ങി. രാജ്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കാൻ തുടങ്ങി. വിമർശനങ്ങൾ ആളുകൾ പറയാൻ തുടങ്ങി. ആ വിമർശനങ്ങൾ ഏറ്റുപിടിക്കാൻ തുടങ്ങി. രാജ്യത്തെ എല്ലാ ദേശീയ ചാനലുകളും കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. മെഹുവ മൊയ്ത്രയും അഖിലേഷ് സിംഗ് യാദവും അതിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചു. ഞാനും ചേർന്നു. അങ്ങനെ ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകൾ അതിൽ ചേർന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ചർച്ച അത്ര ഗുണകരമാവില്ലെന്ന് തോന്നി വളരെ പെട്ടെന്ന് തന്നെ സംഗതി എക്സ് പ്രൊഫൈലിൽ അങ്ങ് ബാൻ ചെയ്തു. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നും ഇതിൽ തീവ്രവാദമുണ്ടെന്നും ഇതിൽ രാജ്യത്തിൻ്റെ ശിഥിലീകരണ ശക്തികളാണെന്നും ഒക്കെ പറഞ്ഞാണ് അതിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് നൽകുന്ന ഒരു സൂചനയുണ്ട്. ആ സൂചന എന്തെന്നറിയോ? ഈ രാജ്യത്തെ ചെറുപ്പക്കാർ, ഈ രാജ്യത്തെ പുതിയ തലമുറ കേവലം നമ്മളെപ്പോലെ വർഗീയവാദികളോ മാമുണ്ണികളോ വിദ്വേഷവാദികളോ ഒന്നുമല്ല. മറിച്ച് അതിനപ്പുറത്ത് അവരെ രാജ്യത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അത് വല്ലാണ്ട് നഷ്ടപ്പെടുത്തിയാൽ അവർ പ്രതികരിക്കും എന്ന സൂചനയാണ് കോക്രോച്ച് ജനതാ പാർട്ടി നൽകുന്നത്. ഏതായാലും അതിൻ്റെ എക്സ് പ്രൊഫൈൽ ഇല്ലാതാക്കിയെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി ഒരു സൂചനയാണ്. അടുക്കളയിൽ പാറ്റ കയറിയതുപോലെ ഭരണകൂടത്തിൻ്റെ എവിടൊക്കെയോ പാറ്റാക്കൂട്ടങ്ങൾ
കയറാൻ ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു. കാത്തിരിക്കാം ബാക്കി എന്താണെന്നറിയാൻ.